ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരുപാട് വിവാദങ്ങൾ കോൺഗ്രസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പേരിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നിശബ്ദമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് യാതൊരുവിധ പരാതികളും ഒരിടത്തൊന്നുമില്ല. ഇപ്പോൾ വോട്ട് ചോരിയുടെ പുറകെയാണ്. EVM മെഷീനെ ശരിക്കും കോൺഗ്രസ് വിട്ടുകളഞ്ഞാണോ? പക്ഷേ അതിനേക്കാളും ക്ലെവറായിട്ടുള്ളൊരു സാധ്യത മുമ്പിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും BJP എന്ന് പറയുന്നൊരു പാർട്ടി ഒരു ദിവസം കൊണ്ട് ഇന്ത്യ ഭരിക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒന്നല്ല. EVM മെഷീനിൽ ക്രമക്കേടുണ്ടെന്നുള്ളത് നിരന്തരമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ക്രമക്കേടിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. EVM മെഷീനിലെ ക്രമക്കേട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഞാൻ ചിന്തിക്കുന്നുണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് ഇവർ വലിയ ഗെയിം പ്ലാനാണ് ഉള്ളത്. പക്ഷേ ഇവർക്ക് UDF-നെയാണ് ഇല്ലാതാക്കേണ്ടത്. BJPക്ക് CPM-നെ 2031 ഇല്ലാതാക്കിയാൽ മതി. EVM മെഷീൻ എന്ന് പറയുന്നതിനകത്തൊരു കഴമ്പുണ്ടെങ്കിൽ ആ EVM മെഷീൻ വെച്ച് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനെ പ്ലേസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അതിനുള്ള പണി അവരെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരുപാട് വിവാദങ്ങൾ കോൺഗ്രസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പേരിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നിശബ്ദമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് യാതൊരുവിധ പരാതികളും ഒരിടത്തൊന്നുമില്ല. ഇപ്പോൾ വോട്ട് ചോരിയുടെ പുറകെയാണ്. EVM മെഷീനെ ശരിക്കും കോൺഗ്രസ് വിട്ടുകളഞ്ഞാണോ? അല്ല, അതിനകത്ത് രണ്ട് തരത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്ന്, ഇത് ഒരു തോന്നലിൻ്റെ പുറത്ത് പറയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിനകത്ത് തട്ടിപ്പ് നടത്തുന്നില്ലായിരിക്കാം. അങ്ങനെ ഒരു തോന്നലിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. കാരണം ഇല്ലെങ്കിൽ തെലുങ്കാനയിലും കർണാടകയിലും ഒക്കെ കോൺഗ്രസ്സാണ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നത്. പിന്നെ കോൺഗ്രസ് മാത്രമല്ല കേട്ടോ, ഇന്ത്യ സഖ്യം മൊത്തത്തിൽ തന്നെ ഈ വിഷയം റൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ക്ലെവറായിട്ടുള്ളൊരു സാധ്യത മുമ്പിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും BJP എന്ന് പറയുന്നൊരു പാർട്ടി ഒരു ദിവസം കൊണ്ട് ഇന്ത്യ ഭരിക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒന്നല്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ട്രെൻഡായിരുന്നു, ഒരു കൊടുങ്കാറ്റ്, ഒരു ആഞ്ഞടിച്ചങ്ങ് വരികയായിരുന്നത്. അതേപോലെയാണ് പല പാർട്ടികളും വന്നിട്ടുണ്ട് അങ്ങനെ. കാരണം പെട്ടെന്നുള്ളൊരു ട്രെൻഡിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും പല പാർട്ടികളും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെയുണ്ട്. മമതാ ബാനർജി ചെറിയൊരു കാലമേ ഫൈറ്റ് നടത്തിയിട്ടുള്ളൂ. മമതാ ബാനർജിക്ക് പെട്ടെന്ന് അധികാരത്തിൽ വരാൻ പറ്റി. ഇപ്രാവശ്യം എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ BJP അങ്ങനെയല്ല, വളരെ ക്ഷമയോടെ കാത്തിരുന്ന് കാലങ്ങൾ എടുത്ത് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്താണ് അവർ പതിയെ 2 സീറ്റിൽ നിന്ന് 19 സീറ്റിലേക്ക് ലോക്സഭയിൽ എത്തിക്കുന്നു. പിന്നെയും പ്രാവശ്യം വാജ്പേയി വരുന്നു. പിന്നെ 10 വർഷം പുറത്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 3rd ടേമിലേക്ക് വരുന്നു. ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് വിഴുങ്ങി. അത് എല്ലാ ഭാഗത്തും ഉണ്ട് സംസ്ഥാനങ്ങൾ. ഇപ്പം കർണാടകയിൽ അവർ ഭരിച്ചതാണ്. ഇപ്പം പിന്നെ തെലുങ്കാനയിൽ അവർ രണ്ടാമത്തെ ശക്തിയായി. മറ്റേ ആൾ ചന്ദ്രശേഖർ റാവുവിന് അഡ്രസ്സ് ഇല്ലാതായല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ ഇല്ലാതാക്കി തന്നെയാണ് ചെയ്തേക്കുന്നത്. നിതീഷ് കുമാറിൻ്റെ ലാലുവിൻ്റെ അടുത്ത് കിടന്ന സ്ഥാനത്തിന് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറി. മഹാരാഷ്ട്രയിൽ ഉദയപണി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അജിത് പവാറിനെയും പ്രഫുൽ പട്ടേലിനെയൊക്കെ മെല്ലെ ഇങ്ങോട്ട് വലിച്ച്, ഏകനാഥ് ഷിൻഡെയും വലിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ ആലോചിക്കണം. അപ്പോൾ കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പിന്നെ EVM മെഷീനെക്കുറിച്ചും വല്ലാതെ മണ്ടുണ്ട്. വോട്ട് ചേരി മാത്രമല്ല, EVM മെഷീനിൽ ക്രമക്കേടുണ്ടെന്നുള്ളത് നിരന്തരമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ക്രമക്കേടിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. കാരണം UDF-ന് ഇപ്പോൾ മിണ്ടേണ്ട ആവശ്യമില്ല. കാരണം UDF വിജയിച്ചു, അപ്പോൾ EVM മെഷീൻ തെറ്റിച്ചിട്ട് ഞങ്ങൾ ജയിച്ചതാണ് എന്ന് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം തലസ്ഥാനം പിടിക്കുന്നു. ഒരു കോർപ്പറേഷൻ കേരളത്തിൽ പിടിച്ചു എന്നുള്ളതല്ല. ആളുകൾക്ക് പിന്നെ ഈ കണ്ണൂരും തൃശ്ശൂരും കൊല്ലവും അറിയത്തില്ല. ആളുകൾക്ക് അറിയുന്ന കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരവും കൊച്ചി മാത്രമാണ് അറിയുന്നത്. അതായത് രാജ്യത്തുള്ള ആളുകൾക്ക് ദേശീയ ശ്രദ്ധയിലുള്ളത്. അപ്പോൾ ഈ EVM മെഷീനകത്ത് ഒരു ക്രമക്കേടുണ്ടാകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കാണുന്നില്ല. കൊല്ലത്ത് കോൺഗ്രസിന് കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ഈ ജയത്തിൻ്റെ ട്രെൻഡിൽ ഇവർ നിൽക്കുമ്പോഴായിരിക്കും അതേ EVM മെഷീനിൽ CPM-ന് അനുകൂലമായിട്ടുള്ള സാധനം വരുന്നത്. അതേ EVM മെഷീനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ EVM മെഷീനെ പിന്നെ കോൺഗ്രസിന് കുറ്റം പറയാൻ പറ്റില്ല. ആ EVM മെഷീൻ വരുമ്പം, ആ സമയത്ത് വരുമ്പം അങ്ങനെ തട്ടിപ്പതിനകത്തുണ്ടെങ്കിൽ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ CPM-നെ അധികാരത്തിലെത്തിക്കും. CPM-നെ അധികാരത്തിലെത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിൽ കോൺഗ്രസ്സിന് 3ാം തവണയും അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് തീർന്നു. ലീഗ് എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കറിയത്തില്ല. ലീഗിനോ പിന്നെ ഒറ്റയ്ക്ക് നിന്നിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും, ഭരണമൊന്നുമില്ലാതെ. അല്ലെങ്കിൽ ആരുടെ കൂടെ കൂടും എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പുകൾ അത് പിന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ തെലുങ്കാനയുണ്ട്, കർണാടകയുണ്ട്. ഇവിടെ രണ്ടിടത്തും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ കോൺഗ്രസ് വാനിഷ്ഡ് ഇന്ത്യയായി മാറി. അതാണ് ഇവരുടെ ഉദ്ദേശം ഒന്നുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് ഇതിനകത്ത് ക്രമക്കേടുണ്ടെങ്കിൽ, ക്രമക്കേടിനുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രമക്കേടെന്നുള്ള ആരോപണം ഉന്നയിച്ചേക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതെ,
രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഇന്ത്യ സഖ്യത്തിലെ പല പ്രമുഖ കക്ഷികളും ഇപ്പൊ NCP ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പൊ NCP ഒന്നും ഇല്ല ദേശീയ തലത്തിൽ. എന്നാലും ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇടതുപക്ഷം പോലും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങൾ. അപ്പം ഈ EVM മെഷീനിലെ ക്രമക്കേട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഞാൻ ചിന്തിക്കുന്നുണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് ഇവർ വലിയ ഗെയിം പ്ലാനാണ് ഉള്ളത്. ഇവരിപ്പോൾ ഈ പ്രാവശ്യം UDF എങ്ങ് ജയിപ്പിക്കുന്നു, ഇതിന് വീണ്ടും വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ഇവർക്ക് UDF ഇല്ലാതാക്കേണ്ടത്. BJPക്ക് CPM 2031 ഇല്ലാതാക്കിയാൽ മതി. ഒരു 5 കൊല്ലം കൂടെ CPM തന്നെ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ CPM അങ്ങ് ഇല്ലാതാകുകയും ചെയ്യും. അപ്പോൾ ഇവരെ വലിയ രീതിയിലുള്ള പ്ലാനിങ് നടത്തിയിട്ട് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഒരു പിന്നെ വരവാണെങ്കിലും തലസ്ഥാനത്തെ പിന്നെ മേയറായിട്ട് BJPയുടെ നേതാവ് വരുന്നു എന്ന് പറയുമ്പോഴും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 4 മാസം 5 മാസമേ ഉള്ളൂ. ആ 5 മാസം കൊണ്ട് അവിടെ ഇനി കൃത്യം പറഞ്ഞാൽ 3 മാസമുള്ളൂ. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം അവസാനത്തേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഏപ്രിൽ ഇലക്ഷൻ നടക്കും. മെയ് മാസം അതിന്റെ കൗണ്ടിങ് നടക്കും. അതെ, അതാണ് അതിന്റെ സാധ്യത. അപ്പം നമ്മൾ ചിന്തിക്കാത്ത പിന്നെ രീതിയിൽ ചിന്തിക്കുന്നവരാണ് BJP എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് പയ്യെ തിന്നാ പനയും തിന്നാം എന്നുള്ള മാതിരി എടുത്തിയാടിയിട്ടല്ല. അവർ ഹോംവർക്ക് നടത്തി അവരെല്ലാ സ്ട്രാറ്റജികളും യൂസ് ചെയ്തിട്ടാണ് അവരിങ്ങനെ ഇന്ത്യ കൈപ്പിടിയിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് കളിക്കും അവർ തയ്യാറാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മേയറായിട്ട് തിരുവനന്തപുരത്ത് ആൾ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവരാദ്യമേ ഒരു പ്ലാൻ ഉണ്ടാക്കി. ആദ്യം തന്നെ ചെയ്തതിനകത്ത് രണ്ടിനകത്തും പിന്നെ ഒന്ന് ആ യദുവിനെയൊക്കെ പിടിച്ചിട്ട് അവിടെ ജോലിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചിന്തിക്കാൻ പറ്റില്ല. യദുവിനെ മിക്കവാറും ഡ്രൈവറാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനൊരു വിഷയം വരുന്നു. ഈ മറ്റേ ഓഫീസിലെ വിഷയം കൊണ്ടുവരുന്നു, കോർപ്പറേഷനിലെ ബസ്സിൻ്റെ പ്രശ്നം കൊണ്ടുവരുന്നു. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്ത് തോന്നും? ഇവർ കൊള്ളാം, ഇവരാണ് ജനപക്ഷത്ത് നിൽക്കുന്നവർ എന്നുള്ള ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്തൊക്കെ ഗെയിമുണ്ട്. ആ ഗെയിം ഉണ്ടെങ്കിൽ തന്നെയും ആ ഗെയിം ഫലവത്താകാനുള്ള സാധ്യത, റിസൾട്ട് ഓറിയൻറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നിയമസഭാ സീറ്റുകളിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ ചിന്തിക്കുന്നിടത്ത് ചിന്തിക്കുന്നവരല്ല RSSന് സുളാപ്പികളെ മാതിരി 2047 ഇന്ത്യ ഭരിക്കാമെന്നും പറഞ്ഞ് കത്തിയെടുത്ത് കാണുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും കൊല്ലുന്ന പരിപാടി പിന്നെ ചെയ്തതുപോലെയുള്ള അബദ്ധങ്ങൾ അവർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവർ ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത്, ആയുധം കൊണ്ടല്ല കളിക്കുന്നത്. അപ്പോൾ അവർ ഈ വടി പിടിച്ച് അഭ്യാസം നടത്തുന്ന പരിപാടിയുണ്ട്. അതിപ്പോൾ നടത്തിക്കോട്ടെ, അതിപ്പോൾ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്, അത് നടത്തിക്കോട്ടെ. പക്ഷെ അതിനപ്പുറത്ത് അവരുടെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് നാഗ്പൂരിൽ നിന്നുള്ള ബുദ്ധി, അത് ചില്ലറ ബുദ്ധിയല്ല. ആ ബുദ്ധിയാണ്, അല്ലാതെ നരേന്ദ്രമോദിയുടെ ബുദ്ധിയൊന്നും അല്ല ഇത്. ഇതൊക്കെ ആ ബുദ്ധിയാണ്. ആ ബുദ്ധി അതിനകത്ത് അവർ ഏത് ഗെയിമും കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇതൊക്കെ ഉന്നയിച്ച രാഹുൽ ഗാന്ധി എല്ലാം പാതി വഴിയിലിട്ടങ്ങ് പോയി. ഈ വോട്ട് ചോറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഒരു സ്റ്റെപ്പ്, ഒരു പത്രസമ്മേളനത്തിനപ്പുറത്തേക്ക് ഒരു ഫോളോ അപ്പ് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു കാര്യങ്ങൾക്കും ഇല്ല. സംസ്ഥാനത്തും അത് തന്നെയാണ്. ദേശീയ തലത്തിൽ അതിന് ഒട്ടുമില്ല എന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു. ഒരു ഗൗരവത്തോടു കൂടിയല്ലേ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തെ കാണുന്നത്? രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ പാവം കിടന്ന് പണിയെടുക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പുള്ളിയുടെ ചുറ്റും നിൽക്കുന്ന ഉപദേശക വൃന്ദത്തിൻ്റെ സമ്മർദ്ദം കാരണം പുള്ളിയെ ഒറ്റയ്ക്ക് ആർക്കും കാണാൻ പോലും പറ്റാത്ത അവസ്ഥ കാരണം മുതിർന്ന നേതാക്കന്മാരെല്ലാം വിട്ടുപോയി. എത്ര പേര് പോയി? പിന്നെ നമ്മളെ പഞ്ചാബിലെ മറ്റേ അമരീന്ദർ സിംഗ്, അതേപോലെ തന്നെ ഗുലാം നബി ആസാദ് പോയി, കപിൽ സിബൽ പോയി, ജഗ്മോഹൻ റെഡ്ഡി പോയതാണ് ഏറ്റവും വലിയ കാര്യം. എത്ര ആൾക്കാർ പോയി. അപ്പോൾ ഓരോരുത്തരും വിട്ടിങ്ങനെ പോയി ആർക്കും 3-4 പേര് ഉണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ വേറൊന്നും കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ലല്ലോ, ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇയാൾക്ക് ഞാനിതൊക്കെ എഫർട്ട് എടുത്തിട്ടും കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നിട്ടും റിസൾട്ട് ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളത് വരുമ്പം പിന്നെ ഈ കൂടെയുള്ള ഘടകകക്ഷികൾ ആരൊക്കെയാ? ഈ ലാലു പ്രസാദും ഈ മുലായം സിംഗിൻ്റെ പാർട്ടിയും ഒക്കെ അല്ലേ. നമ്മളുന്ന ഒറ്റൊന്നും കൂട്ടത്തിലില്ലല്ലോ. മമതാ ബാനർജിയായിട്ട് കൈ കൊടുക്കാമെന്ന് എഴുതി കഴിഞ്ഞാൽ മമതാ ബാനർജി നിങ്ങൾ വേണ്ടെന്നാണ് പറയുന്നത്, അവിടെ ഒറ്റയ്ക്ക് മതി എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളിടത്ത് കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ഇതിനകത്ത് പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വധേരയ്ക്കും വലിയ താല്പര്യങ്ങളുണ്ടാവും. അപ്പം ആ താല്പര്യം കൂടെ വരുമ്പോൾ സ്വാഭാവികമായും കോർണർ ചെയ്യപ്പെടുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് സത്യം. പിന്നെ പ്രത്യേകിച്ചും പുള്ളിക്കൊരു മൂഡ് സ്വിംഗ് ഉള്ള ആളാണ്. ഒരു
പിന്നെ മെൻ്റൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ കുറെ സ്ട്രെയിൻ എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട് കിട്ടാതെ വരും. ഇപ്പം ബീഹാറിലൊക്കെ രാഹുൽ ഗാന്ധി രാവും പകലും പണിയെടുത്തതാണ്, പക്ഷെ അതിന്റെ യാതൊരു റിസൾട്ടും കിട്ടിയില്ല. കാരണം രാഹുൽ ഗാന്ധി പണിയെടുക്കുന്ന സമയത്ത് ബാക്കി ഇന്റേണൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ മുന്നണിക്കകത്ത് നടത്തേണ്ടവർ അത് കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ ഒരു പരിണിത ഫലമാണ് അവിടെ ഏറ്റിട്ടുള്ള കനത്ത പരാജയം എന്ന് പറയുന്നത്. ആ പരാജയത്തിൽ ഓട്ടോമാറ്റിക്കലി ഒരു മൂഡ് സ്വിംഗ് സ്വാഭാവികമല്ലേ? അല്ല, അത് തന്നെ ഞാൻ പറയുന്ന ഈ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്കുണ്ട്. പുള്ളി ചിലപ്പോൾ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടിങ് വരും, പവർഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് രംഗത്തുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോയെന്നുള്ളത് ആർക്കും അറിയത്ത് പോലുമില്ല. സത്യത്തിൽ EVM മെഷീൻ എന്ന് പറയുന്നതിനകത്തൊരു കഴമ്പുണ്ടെങ്കിൽ ആ EVM മെഷീൻ വെച്ച് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് EVM മെഷീനകത്ത് ക്രമക്കേട് സത്യമാണെങ്കിൽ ഇടതുപക്ഷത്തിനെ പ്ലേസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അതിനുള്ള പണി അവരെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതല്ല, EVM മെഷീനകത്ത് അങ്ങനെ ക്രമക്കേടില്ല എന്നുണ്ടെങ്കിൽ എന്തു വരും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനൊന്നും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നില്ല.